ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 31-ാമത്തെ ആയത്താണ് ഇനി എടുക്കുന്നത്. ഇതിനു മുമ്പുള്ള ആയത്തിൽ നമ്മൾ പറഞ്ഞു, മലക്കുകൾ ചോദിച്ചപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് അറിയാത്തത് എനിക്ക് അറിയാം എന്ന് പറഞ്ഞു. അപ്പം അതിലൂടെ എന്താ മനസ്സിലാകുന്നത്? ഖിലാഫത്തിന്റെ മാനദണ്ഡം കുറെ ഇബാദത്തെടുക്കൽ മാത്രമല്ല. കാരണം ഇബാദത്ത് കൊണ്ട് ഖിലാഫത്ത് കിട്ടണേ ആർക്ക് കിട്ടണം? മലക്കുകൾ കിട്ടണം. പക്ഷെ മാലിക്കുൽ മുൽക്കായ അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെട്ടവർക്ക് അവന്റെ അധികാരത്തെ കൊടുക്കുകയും ഇഷ്ടപ്പെട്ടവരിൽ നിന്ന് അധികാരത്തെ ഊരുകയും ചെയ്യുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ സ്വന്തം ഇഷ്ടമാണ്, അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ആർക്ക് എന്ത് കൊടുക്കണമെന്ന് നിശ്ചയിക്കുന്നത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അവരത്യാവശ്യം നല്ല ഇബാദത്ത് എടുക്കുന്നുണ്ട് എന്ന് മലക്കുകൾ പറഞ്ഞപ്പോ അവർക്ക് ഇബാദത്ത് ഉണ്ടല്ലോ, അങ്ങനെ തന്നെയാണുള്ളത്. അള്ളാഹു താല എന്ത് ചെയ്തു? ആദം നബിക്ക് കുറെ നാമങ്ങൾ ആര് പഠിപ്പിച്ചു കൊടുത്തു? അള്ളാഹു താല പഠിപ്പിച്ചു കൊടുത്തു. അപ്പോ ഇവര് ഇബാദത്തിന്റെ ആളുകാരാണെങ്കിൽ ആദം നബി അലൈഹി സ്വലാം ഏതിന്റെ അഹലുകാരനാണ്? അഹ്ലുൽ അഖ്ലി വൽ മിന്ന എന്ന് പറയും. അള്ളാഹുവിന്റെ ഇൽമുമായിട്ടുള്ള കുറെ വിവരവും ബുദ്ധിയുള്ള ആളാണ് ആര്? ആദം നബി. പിന്നെ അതിന് പറഞ്ഞു അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹം കിട്ടിയ ആളുകളാണ് ആര്? ആദം നബി. മറ്റൊരു ആരാണ്? അഹ്ലുൽ ഖിദ്മയാണ്, ഖിദ്മത്തിന്റെ ആളാണ്, ഇബാദത്തിന്റെ ആൾക്കാരാണ്. അപ്പോ മലക്കുകൾക്ക് തോന്നിയപ്പോ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു ഇബാദത്തൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്ന് നമുക്കറിയാം. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം മലക്കളിഞ്ഞ് കുറെ കരുതിയിട്ട് കുത്തി പറയേണ്ട ആവശ്യം ആർക്കുണ്ടോ? പഠിച്ചവനില്ലല്ലോ. അപ്പോ അള്ളാഹു താല എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ കയ്യിലാണ് എല്ലാ ഔദാര്യവും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, മലക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ അത്രയും ഇബാദത്തുള്ള ഇബാദത്തിന്റെ എല്ലാ നിധികളുമായ മലക്കളോട് ആർക്ക് സുജു ചെയ്യാൻ പറഞ്ഞു? കാരണം അള്ളാഹിനെ സംബന്ധിച്ചുള്ള എന്താണ്? നമുക്ക് സൃഷ്ടികൾക്ക് അതൊക്കെ തോന്നാതിരിക്കാനാണ്. നമുക്കൊക്കെ ഇതിന്റെ ഗുണപാഠം. നമ്മൾ കുറച്ച് ഇബാദത്ത് എടുക്കുമ്പോൾ ഇതിൽ എല്ലാം തേഞ്ഞു ഒന്ന് തോന്നാതിരിക്കാൻ ഏറ്റവും വലിയ ഇബാദത്തിന്റെ പടുക്കളായ മലക്കളോട് ആർക്ക് സുജു ചെയ്യാൻ പറയണം? എനിക്കിപ്പോ അങ്ങനെ ഇബാദത്തില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് അള്ളാഹു തആല എന്ത് ചെയ്യാണ്? മനസ്സിലാക്കുന്നത്. ആ ഇബാദത്ത് എടുക്കുന്ന മലക്കളോട് അള്ളാഹു അല്ലാത്ത വേറെ ആൾക്ക് എന്ത് ചെയ്യാൻ പറയണം? അള്ളാഹു തആല സുജു ചെയ്യാൻ പറയും. അപ്പൊ ഇബാദത്ത് എന്ന സംഗതിക്കല്ല പ്രസക്തി, അതിന്റെ കബൂലിയത്തിലാണ് പ്രസക്തി. ഇബാദത്ത് കുറെ ഉണ്ടായിട്ട് കാര്യമില്ല, എന്ത് ചെയ്യണം? അത് സ്വീകരിക്കുക. സ്വീകാര്യതയുടെ പിന്നിലുള്ള സിർ എന്താ? അപ്പൊ അള്ളാഹുവിന്റെ പൊരുത്തം ആർക്കുണ്ട്? അടിമക്ക് ഉണ്ട് എന്നുള്ളു. ഞാൻ ഒക്കെ ആയത്ത് വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹ. വഅല്ലമ അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു ആദമ, ആർക്ക്? ആദം നബി അലൈഹി സ്വലാം. എന്തിനെ പഠിപ്പിച്ചു കൊടുത്തു? അൽ അസ്മാഹ, നാമങ്ങളെ, കുല്ലഹ, അതിനെ മുഴുവത്തിന്. അത് തൈക്കീതാണ്. എന്തെല്ലാം പേരുകൾ ഇവിടെ ഉണ്ടാകണ്ടോ അത് മുഴുവൻ ആർക്ക് പഠിപ്പിച്ചു കൊടുത്തു? അതിന് മിസ്ലം പഠിപ്പിച്ചു. നൗമ മാത്രമല്ല, ആ ഓരോ ഓരോ പേരിന്റെയും എന്ത് ഉപകാരങ്ങളും ഉപദ്രവങ്ങളും ആർക്ക്? അതിന് ഡീപ്പായ ജ്ഞാനം കിട്ടിയിട്ടുണ്ട് ആർക്ക്? അതിന് മിസ്ലം. എവിടെയാണ് ആദം നബിയെ സൃഷ്ടിച്ചത് എന്നതിൽ മുഫസ്സിറുകൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അധികം മുഫസ്സിറുകളും ജന്നത്തുൽ അദ്നിനാണ് ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. ജന്നാത്തുൽ അദ്നിൻ കണ്ടിട്ടില്ലേ? ജന്നാത്തുൽ അദ്നിൻ തജ്രീമിൻ തഹ്തിഹ എന്ന് പറഞ്ഞില്ലേ? ജന്നത്തുൽ അദ്നിൻ എന്ന് പറയുന്നുണ്ട്. അവിടെ തന്നെയാണ് ആദം നബി അലൈഹി സ്വലാമിനെ എവിടേക്കാക്കിയതും? പുറത്ത് ആക്കിയതും. പിന്നെ ഒന്നാം ആകാശത്തിലാണ്, വേറെ ഏതോ ജന്നത്തിലാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. ഭൂരിപക്ഷം മുഫസ്സിറുകളും ജന്നാത്തുൽ അദ്നിനാണ് അല്ലാഹു തആല ആദം നബിയെ സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. ആദം എന്ന് പറയാൻ കാരണം എന്താ?
അദീമുൽ അർദ് എന്ന് പറയും. ഭൂമിയിലെ പ്രതലത്തിന് പറയുന്ന പേരാണ് ശരിക്കും അദീം എന്ന് പറയും. ഭൂമിയുടെ പല പ്രതലത്തിൽ നിന്നുള്ള മണ്ണുകൾ എടുത്തിട്ട് ശേഖരിച്ചിട്ടാണ് ആരെ പഠിച്ചിട്ടുള്ളത്? അതുകൊണ്ടാണ് ആ പേര് അങ്ങനെ പറയാനുള്ള കാരണം. നബി ഇസ്ലാമിനെ സൃഷ്ടിച്ചപ്പോൾ അത് നമുക്കറിയാം, കളിമണ്ണിൽ സൃഷ്ടിച്ചു, കുറെ കാലം അവിടെ ഇട്ടു. പിന്നെ ആത്മാവ് നബിയെ നിക്ഷേപിച്ചു. ആത്മാവ് ഇങ്ങനെ കയറി വരും തലയിലൂടെ. പിന്നെ ഓരോ ഭാഗം തെളിഞ്ഞു വരുന്ന സമയത്ത് നബി ഇസ്ലാമിന്റെ കണ്ണുകളൊക്കെ തെളിഞ്ഞ് സ്വർഗം ഇങ്ങനെ കാണാൻ തുടങ്ങി. കാൽമക്ക് ആത്മാവ് എത്തുമ്പോൾ നബി ഇസ്ലാമിനെ എന്ത് ചെയ്തു? സ്വർഗത്തിലെ പയങ്ങളൊക്കെ പൊട്ടിക്കാനുള്ള ഇവിടെ നിന്ന് ചാടാനുള്ള ഒരു വ്യഗ്രത ഉണ്ടായിരുന്നു. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്? ഒരു ധൃതിയേറുന്ന സ്വഭാവം പൊതുവെ ഉണ്ട് എന്നുള്ളത്. അത് ആ സൃഷ്ടിപ്പിലുണ്ട്. എല്ലാത്തിനും എന്ത് ചെയ്യുക? ഒരു ഖുൽഖൽ ഇൻസാന മിൻ അജ്ൽ അല്ലെ, എടുത്തുചാട്ടക്കാരനായിട്ടാണ് മനുഷ്യൻ എന്ത് ചെയ്തിട്ടുള്ളത്? സൃഷ്ടിച്ചിട്ടുള്ളത്. അവർ പ്രകൃതം അത് കുറെ വീക്ക്നെസ് ഉണ്ട്. അതിൽപ്പെട്ടൊരു വീക്ക്നെസ് അത് അതൊക്കെ കൺട്രോൾ ചെയ്യേണ്ട ഒരു അവസ്ഥ ആർക്കുണ്ട്? മനുഷ്യനുണ്ട്. ഏതായാലും ആദം നബി ഇസ്ലാമിന് എല്ലാ ഭാഷകളും ആദം നബി അലൈഹി സ്വലാമിന്റെ ഹൃദയത്തിൽ അല്ലാഹു തആല തോന്നിപ്പിച്ചു കൊടുത്തു. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ എല്ലാ ഭാഷകളും പഠിപ്പിച്ചു കൊടുത്തു. വരാൻ ലോകത്തിൽ ഉണ്ടാകാൻ പോകുന്ന മുഴുവൻ ഭാഷകൾ. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു 7 ലക്ഷം ഭാഷകൾ അറിയാവുന്ന ആർക്ക്? 1000-ഓളം ജോലികൾ ചെയ്യാൻ അറിയാവുന്ന 1000 ഐറ്റംസ് കൈത്തൊഴിൽ അറിയുന്നതാണ് ആർക്ക്? അപ്പൊ ഇൽമിന് എപ്പോഴും പ്രസക്തി ഉണ്ട്. നമ്മളിപ്പോ വയസ്സായ കാലം അതെനിക്ക് തോന്നി ഞാൻ ഇപ്പൊ ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടി പഠിച്ചിട്ട് എന്ത് കാര്യം എന്നാ അതെനിക്ക് തോന്നിയിട്ടില്ലല്ലോ. അള്ളാഹു തആല കൊടുത്താണ്. അപ്പൊ ഈ വയസ്സാം കാലത്ത് ഞാൻ ഇപ്പൊ ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് കാര്യം തോന്നുന്നുണ്ട്? മനുഷ്യനെ സംബന്ധിച്ചുള്ള ഇൽമ എന്തുണ്ട്? അവസാന ശ്വാസം വരെ ഇൽമിന് പ്രസക്തി ഉണ്ട്. ആണ് സൂഫിയാക്കളോട് ചില മഹാന്മാരൊക്കെ ചോദിച്ചാൽ, നിങ്ങൾ അള്ളാഹു തആല ഇന്ന് മരിക്കുന്ന ഡേറ്റ് നിങ്ങൾക്ക് പറഞ്ഞെന്നാ നിങ്ങൾ എന്താ ചെയ്യുക ചോദിച്ചു. ചില ഇബ്നു സിരീനോടെന്ന് തോന്നുന്നു ചോദിച്ചു. ഇന്ന സമയത്ത് ഇന്ന സെക്കൻഡിൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചപ്പോൾ നമ്മളാണ് എന്താ പറയാ, റൂമൊക്കെ പൂട്ടി കുട്ടികളൊക്കെ മക്കളെ വിളിച്ച് ഓതൊക്കെ എടുത്ത് ചെരിഞ്ഞ് കിടന്ന് ഇങ്ങനെ റെഡിയായി നിൽക്കുന്നല്ലേ പറയാ. അല്ല, അതല്ല നമുക്ക് പറയാനുള്ളത്. കരഞ്ഞു മരിക്കാനല്ലോ, വേറെ ഒന്നും ഇല്ലല്ലോ. ഇബ്നു സിരീൻ എന്താ പറഞ്ഞത്? ഞാൻ ഇൽമിന്റെ മജ്‌ലിസിൽ പോയിരിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ മജ്‌ലിസ അതിനേക്കാൾ പുണ്യം ഭൂമിയിൽ എന്തില്ല, വേറെ ഇല്ല. മരിച്ചാലും പോകാനുള്ള സ്വർഗത്തിലാണ്. ഇവിടെ തന്നെ സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിൽ കണ്ടുപോവാ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പൊ എല്ലാ ഭാഷകളും ആദം നബി ഇസ്ലാം അറിയാമായിരുന്നു. ഓരോന്നും എന്ന് പറഞ്ഞാല് അന്ന് ഇപ്പൊ ഒന്നൊന്നും ഇപ്പൊ ഒരു കുതിരയാണെങ്കിൽ കുതിര എന്താണ്, അതിന്റെ ഗുണം എന്താണ്, അതിന്റെ ഉപയോഗം എന്താണ്, അതിന്റെ പ്രശ്നം എന്താണ്, ഒട്ടകാണെങ്കിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള പഠനം അല്ലാഹു തആല ആർക്ക് പഠിപ്പിച്ചെടുത്തിട്ടുണ്ട്? ആദം നബി ഇസ്ലാം. അന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടാകാൻ പോണ കുറെ കാര്യമൊന്നോ. ഇന്നൊന്നും പ്രശ്നമില്ലല്ലോ. ഇന്നിപ്പോ ഒരു പ്രൊജക്ട് ഉണ്ടാക്കുമ്പോൾ ഇന്നിപ്പോ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു പ്രൊജക്ട് ഉണ്ടാകുമ്പോൾ പ്രൊജക്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ വൃത്തിയിൽ ഗ്രാഫിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് ചെയ്യാൻ കഴിയുന്നില്ലേ? അതേപോലെ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോഴല്ലേ നമ്മൾ മണ്ടയിൽ ഉദിച്ചിട്ടുള്ളൂ. അതൊക്കെ അന്നതൊക്കെ ഫുള്ള് വരാം. ഇത് എല്ലാം ഉണ്ടായിട്ടല്ല, എവിടൊക്കെ ലോകാവസാനം വരെ എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നുണ്ടോ അതൊക്കെ അതിൻ്റെയൊക്കെ പിക്ചറുകൾ അല്ലാഹു തആല കാണിച്ചു കൊടുത്തിട്ട്, അതിന്റെ മൊത്തം വൽഹാസിൽ കാണിച്ചു കൊടുത്തിട്ട്, അതിന്റെ മുഴുവൻ ഇൽമുകളും ആർക്ക് കൊടുത്തു? ആദം നബി ഇസ്ലാമിന് കൊടുത്തു. അതിൽപ്പെട്ടാണ് പിന്നെ ഓരോന്നിൻ്റെയും ദീനിയായ ഗുണങ്ങൾ, ദുന്യവിയായ ഗുണങ്ങൾ, അതുപോലെ തന്നെ മലക്കുകളുടെ പേരുകൾ. മലക്കുകളെ തമ്മിൽ ഏതറിയില്ലായിരുന്നു ചില പേരുകൾ. അതുവരെ ആർക്ക്? ആദം നബിക്ക് അറിയാമായിരുന്നു. ആദം നബി ഇസ്ലാമിന്റെ സന്താന പേരുകൾ അല്ലേ? അതുപോലെ ജീവികളുടെ പേരുകൾ, നിർജീവ വസ്തുക്കളുടെ പേരുകൾ, അതുപോലെ നാടുകളുടെ പേരുകൾ, പട്ടണങ്ങളുടെ പേരുകൾ, പക്ഷികളുടെ പേരുകൾ, വൃക്ഷങ്ങളുടെ പേരുകൾ, അതുപോലെ തന്നെ ഖിയാമത്ത് നാൾ വരെ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് അതിൻ്റെയൊക്കെ പേരുകൾ, മത്സ്യങ്ങളുടെ പേരുകൾ, പാനീയങ്ങളുടെ പേരുകൾ, സ്വർഗത്തിലുള്ള കുറെ അനുഗ്രഹങ്ങളുടെ പേരുകൾ. ഇതെല്ലാം കൂടി ആദം നബി പഠിച്ചിട്ട് മലക്കോട് എന്തെങ്കിലും ചോദിച്ചാൽ കിട്ടുമോ? കിട്ടൂലല്ലോ. ഇത് മുഴുവൻ അല്ലാഹു തആല ആർക്ക് പഠിപ്പിച്ചെടുത്തു? ആദം നബി പഠിച്ചു. അതുപോലെ
ജോലികൾ ഞാൻ പറഞ്ഞതാണ്, 1000-ഓളം ജോലികൾ ആദം നബിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്നാണ്. നിന്റെ സന്താനങ്ങൾക്ക് നീ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് ആദം നബിക്ക് അല്ലാഹു തആല അതുകൊണ്ട് ആ ജോലികൾ പഠിപ്പിച്ചിട്ട് വഹി നൽകുകയും ബോധനം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞെന്താ പറയുക, ഈ 1000 ജോലി പഠിപ്പിച്ചിട്ട് ജോലി ചെയ്തിട്ട് ജീവിച്ചാൽ മതി. അതിനുമ്പോൾ അള്ളാഹു കൊടുത്ത ഒരു വസിയത്താണ്. എന്ത്? ജോലി ചെയ്ത് ജീവിച്ചാൽ മതി. ദീൻ വിറ്റുകാണ്ട് എന്ത് ചെയ്യണ്ട, ജീവിക്കണ്ട. ജീവിക്കാനുള്ള പണി ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അത് വെച്ച് ജീവിക്കുക. ദീൻ വിറ്റുകാണ്ട് എന്ത് ചെയ്യണ്ട, ജീവിക്കരുത് എന്ന് ആദം നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല ബോധനം നൽകിയിരുന്നു. ഈ ജോലി പഠിപ്പിച്ചെടുത്തപ്പോൾ അല്ലാഹു തആല നൽകിയ ഒരു ഉപദേശം അതായിരുന്നു. ദീന് കൊണ്ട് എന്ത് ചെയ്യരുത്, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ദീൻ വലുതാകാനനുസരിച്ച് നമ്മളും വലുതാകാന്നുള്ളതല്ല. നമ്മളിൽ നിന്ന് ദീനിക്ക് പോയിക്കോട്ടെ, ദീനിൽ നിന്ന് നമുക്കുണ്ട് ഒഴുകാതൊക്കെ എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും നോക്കണം. ദീനിന്റെ കാര്യത്തിൽ നമുക്ക് നോക്കുമ്പോൾ, വരവും ചെലവും നോക്കുമ്പോൾ നമുക്ക് ദീനിന്റെ കാര്യത്തിൽ അങ്ങോട്ട് പോയിക്കോട്ടെ, ഇങ്ങോട്ട് കുറെ കിട്ടുന്ന അവസ്ഥ വരാതിരിക്കലാണ് നല്ലത്. അല്ലാഹു തആല കാക്കട്ടെ. അപ്പൊ എല്ലാ പ്രവാചകന്മാരും അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ആദം നബി ഇസ്ലാം 1000 ജോലി ആണെങ്കിലും ആദം നബി ഇസ്ലാം കാര്യമായി ചെയ്തിരുന്ന ജോലി എന്തായിരുന്നു? ആരായിരുന്നു? ആദം നബി ആരായിരുന്നു? കർഷകനായിരുന്നു. നല്ല കൃഷി ചെയ്യുന്ന ആളായിരുന്നു. ആര്? ആദം നബി ഇസ്ലാം. നൂഹ് നബി അലൈഹി സ്വലാം ആരായിരുന്നു? ആശാരിയായിരുന്നു, കാർപ്പൻ്റർ ആയിരുന്നു അല്ലെ. കപ്പൽ സ്വന്തം ഉണ്ടാക്കിയ ആളാണ് ആര്? നൂഹ് നബി അലൈഹി സ്വലാം. ഇദ്രീസ് നബി അലൈഹി സ്വലാം ആരായിരുന്നു? നല്ല എഴുത്തിന്റെ കലയുള്ള ആളായിരുന്നു. ആര്? ഇദ്രീസ് നബി ഇസ്ലാം. സോലിഹ് നബി ഇസ്ലാം ആരായിരുന്നു? അല്ലെ, സോലിഹ് നബിനെ കേട്ടിട്ടില്ലേ? നല്ല ബിസിനസ്സുകാരനായിരുന്നു. ആര്? പ്രവാചകനും ബിസിനസ്സുകാരനുമായിരുന്നു. ആര്? നല്ല കച്ചവടക്കാരനായിരുന്നു. അപ്പൊ കച്ചവടം ഉണ്ടിച്ചിട്ട് അയാളെ കച്ചവടമൊക്കെ നമ്മളൊക്കെ ബിസിനസ്സിനൊക്കെ കളിയാക്കും. ഓൻ ബിസിനസിന്റെ ആളല്ലേ പറയും. ബിസിനസ് ഒന്നും പ്രശ്നമില്ല. ബിസിനസിന്റെ മാനദണ്ഡം വെച്ചുകൊണ്ട് പുലർത്തുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. സോലിഹ് നബി ഇസ്ലാം വലിയ ബിസിനസ് തന്നെയായിരുന്നു. ദാവൂദ് നബി അലൈഹി സ്വലാം ആരായിരുന്നു? ദാവൂദ് നബിന്റെ പണി എന്തായിരുന്നു? പടയാങ്കി ഉണ്ടാക്കലായിരുന്നു. എന്നിട്ട് സ്വന്തമായി പടയാങ്കി ഉണ്ടാക്കിയിട്ട് വിൽക്കലാണ്. അതുപോലെ തന്നെ മഹാനായ സുലൈമാൻ നബി ഇസ്ലാം അല്ലെ, ലോകം ഭരിച്ച ഭരണാധികാരിയാണ്. പക്ഷെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണം കൊണ്ടാണ് സുലൈമാൻ നബി ജീവിച്ചിരുന്നത്. ബൈത്തുൽ മാലിൽ നിന്ന് ഒരു ഉറുപ്പ് എടുത്തിട്ടില്ല. ആര്? ലോകം മുഴുവൻ അടക്കി ഭരിച്ചിട്ട് ലോകത്തിന്റെ മുഴുവൻ ഖജാനയും തന്റെ കാൽക്കയിലായിട്ട് ബൈത്തുൽ മാലിൽ നിന്ന് ഒരു രൂപ എടുക്കാത്ത ആളാണ് ആര്? സുലൈമാൻ. ഇന്നത്തെ ഭരണാധികാരികളുടെ അവസ്ഥകൾ ആലോചിച്ച് നോക്കുന്നു. ഒരു റോഡിന് 10 ലക്ഷം പാസ്സായ 1.25 ലക്ഷം റോഡ് നമുക്ക് ചെലവാവില്ല. ബാക്കിയൊക്കെ എന്തായിരിക്കും? അവനാന്റെ മാലിലേക്ക് പോയിട്ടുണ്ടാവും. ബൈത്തുൽ മാൽ എന്ന് പറയാൻ വയ്യ. ഇവരൊക്കെ പഠിച്ചോണ്ട് എത്ര മറുപടി പറയണോ അല്ലേ? മറുപടി പറയണ്ടേ? തീർച്ചയായിട്ടും പറയണോ? അവനാന്റെ അധ്വാനത്തിന് അടുത്തോട്ട് അതിന് ഗവൺമെന്റ് സാലറി കൊടുക്കുന്നു. ഒരു വിട്ടുവീഴ്ചയില്ല. നാട്ടുകാരുടെ മുഴുവൻ മറുപടിയാണോ? ബൈത്തുൽ മാലിന്റെ പൊതുമുതലല്ലേ? ഒരു വ്യക്തിന്റെ മുതലാണെങ്കിൽ സുഖം ഉണ്ടായിരുന്നു, അയാളോട് മാത്രം എന്തേ മതി? സ്വകാര്യത്തിൽ ചെന്ന് പൊരുത്തപ്പെട്ട ആളാ പറയും. ഇത് ആരോടെ പൊരുത്തപ്പെടാൻ പറയാ? അപ്പോ നല്ല ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. നമ്മുടെ സുലൈമാൻ നബി അലൈഹി സ്വലാം ലോകം മുഴുവൻ ഭരിച്ച ഭരണാധികാരിയാണ്. അധികാരം ഫുൾ കാൽക്കയിലായിരുന്നു. സമ്പത്ത് മുഴുവൻ മാനവർക്കല്ല അല്ലേ? എന്താ ഇല്ലായിരുന്നു? ഡയമണ്ട്, ഗോൾഡ്, കടലിന്റെ അടിയിൽ നിന്ന് വരെ മുങ്ങി ഷെയ്ത്താന്മാർ വരെ അല്ലേ പഴുവങ്ങൾ, ഡയമണ്ടുകളൊക്കെ കൊടുന്നു നിർത്തിട്ട് അത് വെച്ച് കൊട്ടാരം അലങ്കരിച്ച സുലൈമാൻ. ബൈത്തുൽ മുഖദ്ദസൊക്കെ ഭയങ്കര അലങ്കരിച്ചിരുന്നതാണ്. ഇപ്പൊ കണ്ടമാനം അതിന് ജൂതർ മോഷ്ടിച്ചിട്ടുണ്ട്. ശരിക്കും സുലൈമാൻ നബി ഉണ്ടാക്കിയ ബൈത്തുൽ മുഖദ്ദസിൽ ഫുള്ള് വജ്രങ്ങളും ഡയമണ്ടുകളൊക്കെ ആയിരുന്നു എന്നാണ്. അത് കംപ്ലീറ്റ് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, കടത്തിയതാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും സുലൈമാൻ നബി സ്വലം ബൈത്തുൽ മാലിൽ ഒരു ഉൾപ്പെടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് അള്ളാഹുവിലുള്ള ഒരു ഈമാൻ, യക്കീൻ എന്താ? അവരും ദുനിയാവുമായിട്ടുള്ള ബന്ധം എന്താ? അള്ളാഹു തആല നന്നാക്കി തരട്ടെ. അതുപോലെ മൂസാ നബി അലൈഹി സ്വലാം
ജോലി ചെയ്തിരുന്നു. ഷുഐബ് നബി ഇസ്ലാം ജോലി ചെയ്തിരുന്നു. ഇവരൊക്കെ പണി എന്തായിരുന്നു? മൂസാ നബിന്റെയും ഷുഐബ് നബിന്റെ ഒക്കെ പണി എന്തായിരുന്നു? ആട് നോക്കലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആട് നോക്കലായിരുന്നു. അപ്പോ വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, എല്ലാ ഇൽമുകളും അല്ലാഹു തആല അറിവുകളും ആർക്ക് പഠിപ്പിച്ചു കൊടുത്തു? ആദം നബി ഇസ്ലാമിന് പഠിപ്പിച്ചു കൊടുത്തു. ഇത് എന്ത്? ഇതൊക്കെ മഖ്ലൂഖാത്തിന്റെ ഇൽമാണ്, മഖ്ലൂഖാത്തുകളെ കുറിച്ചുള്ള ഇൽമാണ്. എന്ന് പറഞ്ഞാൽ സൃഷ്ടികളെ കുറിച്ചുള്ള ഇൽമാണ്. സൃഷ്ടികൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ പേര്, ഉപദ്രവം, ഉപകാരമൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ഇതൊരു സെക്ഷനാണ്, ഇതൊരു സെക്ഷൻ മാത്രമാണ്. ഈ ഒരു ഇൽമ കൊണ്ട് തന്നെ അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി ആരോട് പറഞ്ഞു? മലക്കോട് പറഞ്ഞു. അതിന്റെ വേറൊരു സെക്ഷന്റെ ഇൽമുണ്ട്. അത് ആ ഇൽമോ എന്തോ പെട്ട് നോക്കുമ്പോ അതൊരു തുള്ളിയ. അതും അറിയായിരുന്നു ആർക്ക്? ആദം നബിക്ക്. ആരാ? എന്തിൽമ? അത് അസ്മാഉൽ ഹഖ്, അള്ളാഹുവിന്റെ നാമങ്ങളും അതിന്റെ സിറുകളും അറിഞ്ഞിരുന്നു. ആർക്ക്? അത് അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു തആല കൊടുക്കും. അപ്പോ പിന്നെ ആദം നബി സൃഷ്ടികളുടെ പേരുകൾക്ക് പുറമെ സൃഷ്ടാവിന്റെ നാമങ്ങളെ കുറിച്ചും അതിന്റെ സിറുകളൊക്കെ ഫുൾ അറിഞ്ഞിരുന്നു. ആർക്ക്? ആദം നബി. അപ്പൊ സൃഷ്ടികളുടെ പേര് കൊണ്ട് തന്നെ സുജൂദ് ചെയ്യാൻ, സൃഷ്ടികളുടെ പേരാണ് പഠിച്ചോൻ ആർക്ക് കാണിച്ചു? സൃഷ്ടികളാണ് അല്ലാഹു തആല ആർക്ക് കാണിച്ചു കൊടുത്ത്? മലക്കൊക്കെ കാണിച്ചു കൊടുത്ത്. പക്ഷെ അത് ആദം നബിന്റെ അറിവിനെ സംബന്ധിച്ചത് എന്താണ്? വളരെ ചെറുതാ. കാരണം ആദം നബിക്ക് ആരെ കുറിച്ച് അറിയാം? സൃഷ്ടാവിനെ കുറിച്ച് അറിയാം, അല്ലേ? അപ്പൊ ആദം നബി എത്ര വലിയ ആലിമാണ്. എന്താണ് ആ ഇൽമിന്റെ പേര്? അപ്പൊ അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ ആർക്കും എന്തും കൊടുക്കും എന്ന് മനസ്സിലാക്കുക. എനിക്കൊന്നും കിട്ടൂല, എന്നെ പോലത്തെ നന്നാവൂല, അല്ലെ ഞാൻ അതൊന്നും എനിക്ക് ബാധകമല്ല എന്ന് ചിന്തിക്കണേ. അള്ളാഹുവിനെ കുറിച്ച് നിസ്സാരമാക്കലാണ്. നമ്മളെപ്പോഴും പറയണം, അള്ളാഹിനെ കുറിച്ച് നിസ്സാരമാക്കലാണ്. അള്ളാഹ് വിചാരിച്ചാൽ എന്തും നടക്കും എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇന്റെ കാര്യങ്ങളും നടക്കും എന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ അതിന് നമുക്ക് മനസ്സിലാക്കി തരാനുള്ള സംഭവങ്ങളാണ്. ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന സാധാരണക്കാരെ നമുക്ക് അതിലുള്ള ഗുണപാഠം. എന്ത് പ്രതിസന്ധിയും മറികടക്കാൻ അള്ളാഹ് വിചാരിച്ചെന്നില്ല, പ്രശ്നം. ഏതായാലും സുമ്മ അറളഹും, പിന്നെ അവകളെ വെളിവാക്കി കൊടുത്തു. അലൽ മലായിക്കത്തി, അതായത് എല്ലാ നാമങ്ങളുള്ള സാധനങ്ങളുണ്ടല്ലോ, പേര് വെക്കപ്പെട്ട സാധനങ്ങൾ. അത് എങ്ങനെയാന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അങ്ങനെ വെച്ചോളി. അറളഹും, അല്ലാഹു തആല വെളിവാക്കി കൊടുത്തു. അലൽ മലായിക്കത്തി, ആർക്ക് മേലിൽ? ആരെ മുന്നില്? മലക്കൾ മുന്നിൽ. ഫഖാല, എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, അംബിഊനി ബി അസ്മായി ഹൗല. അല്ലാഹു തആല മലക്കോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരി, ഈ കാണുന്ന സാധനത്തിന്റെ ഒക്കെ പേരുകൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരി. ഇവിടെ സംഗതി എന്താ വെച്ചാല് അല്ലാഹു തആല അവരോട് പറയണം, ഞങ്ങൾ ഇതിന്റെ പേരൊന്ന് പറയും എന്ന് പറയുമ്പോ ആ ധ്വനിയിൽ എന്തുണ്ട്? നിങ്ങൾക്ക് ഇതിന്റെ പേര് പറയാൻ കഴിയൂല. ചിലപ്പോ അങ്ങനെയും നമുക്ക് ചോദ്യം കൊണ്ട് എന്ത് ചെയ്യാം, കഴിവുകേട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ചില ആളോട് പറയില്ല, എന്താ ചെയ്തൊന്ന് അങ്ങനെ ചെയ്തു നോക്ക്. അത് പറഞ്ഞാൽ എന്താ അവനെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതൊക്കെ? ഇല്ല, ചെയ്യാൻ കഴിയൂല. അപ്പൊ ചില മഹാലായ സംഗതികൾ എന്താണ്, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യത്തിലൂടെ മനസ്സിലാക്കി കൊടുക്കാം. അപ്പോ നിങ്ങൾ എനിക്കിത് പറഞ്ഞു തരും. അപ്പൊ സംഗതി ഇത് മുഹാലാണ്, അവർക്ക് പറയാൻ കഴിയൂല, ചെയ്യാൻ കഴിയാത്ത സംഗതിക്കാണ് ഇത് പറയാ മുഹാല് എന്ന് അറബിയിൽ പറയും. അപ്പൊ ഇവർക്കിത് ചെയ്യാൻ കഴിയൂല. എന്നിട്ടും അല്ലാഹു തആലയോട് പറയും, നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യാ, നിങ്ങൾ എനിക്ക് ഈ ജീവികളുടെ നാമങ്ങൾ നിങ്ങൾ പറഞ്ഞു തരുവിൻ. ഈ കുന്തും സ്വാദിക്കും, നിങ്ങൾ ആരാണെങ്കിൽ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. സത്യസന്ധത പറഞ്ഞാൽ നിങ്ങളുടെ ആ വാക്കുകൾ യാഥാർത്ഥ്യമാണെങ്കിൽ, അതായത് നിങ്ങളുടെ ആ വിശ്വാസം ശരിയാണെങ്കിൽ. എന്നുദ്ദേശിക്കുന്നത് എന്താണ്? അവർക്ക് വിചാരിച്ചിരുന്നത് എന്താ വെച്ചാൽ ഞങ്ങളല്ല ഖിലാഫത്തിന് ഏറ്റവും അർഹർ. ആ ധാരണ, ഞാനൊരാളെ ഖിലാഫത്തിനാക്കാൻ വെച്ചപ്പോ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരുന്നു, നിങ്ങൾ പറയാതെ പറഞ്ഞ ധാരണ എന്ത്? ഞങ്ങളല്ല ഖിലാഫത്തിന് അർഹർ എന്ന്. ആ ധാരണ യാഥാർത്ഥ്യമാണെങ്കിൽ
എന്ത് ചെയ്യണം? ഇതിന്റെ പേരൊക്കെ പറയണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താ വെച്ചാല്, എന്താണ് ഒരാൾ വാദിക്കുന്നത്, ആ വാദിക്കുന്ന എന്ത് വേണം? തെളിവ്. ഞാൻ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമയാണെങ്കിൽ ആ അടിമത്തത്തിന്റെ തെളിവ് ആരിൽ വേണം? നമ്മളിൽ ഉണ്ടാവും. നമ്മൾ വാദിക്കില്ല ഞാൻ എൻ്റെ റബ്ബിന്റെ നല്ല അടിമയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് തെളിവുണ്ടാകണം എന്നുള്ള. അല്ലെങ്കിൽ എന്താണ്? അതില്ലാത്ത സംഗതിയാണ്. ചില സംഗതികൾ മുഹാലാണെന്നാണ്. അതായത് അള്ളാഹു തആല നോക്കൂ, ചില സംഗതികൾ ചിലർക്ക് ഉണ്ടെങ്കിൽ അത് അയാളിൽ അതിന് തെളിവുണ്ടാവും. അതിന് ഉദാഹരണമാണ് അബൂബക്കർ വാസിദി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. വലിയ സൂഫിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു ചില സംഗതികൾ മുഹാലാണ്. മുഹാൽ പറഞ്ഞാൽ ഇല്ലാത്ത സംഗതിയാണ്. അത് അള്ളാഹു തആല അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹിനെ കുറിച്ച് എന്ത് ചെയ്യുക? ജ്ഞാനം കൊടുക്കുക. എന്നിട്ട് അയാൾക്ക് അള്ളാഹിനോട് ഇഷ്ടമില്ലാതിരിക്കുക എന്നുള്ളത് എന്താണ്? മുഹാലാണ്. അപ്പോ അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹിനെ കുറിച്ചുള്ള മഅരിഫത്ത് കിട്ടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അടിമക്ക് ഫുൾ ടൈം ഹുബ്ബ് ആരോടുണ്ടാവും? അപ്പനുണ്ട്. അപ്പൊ ഫുൾ ടൈം ഹുബ്ബ് അയാൾക്ക് ഇല്ലെങ്കിൽ അയാൾക്ക് ഏതില്ല? മഅരിഫത്ത് സംഗതി ഇല്ല. ഇനി അള്ളാഹുവിനോട് അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിലോ, അയാൾക്ക് അള്ളാഹുവിനോട് ഹുബ്ബ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഹുബ്ബിനോട് അയാൾക്ക് എന്തുണ്ടാവും? ഇബാദത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇബാദത്ത് ഒരാൾക്ക് ഇല്ലെങ്കിൽ അയാൾക്ക് ഏതില്ല? ഹുബ്ബില്ല. ഇത് പറഞ്ഞു നമ്മളെടുത്ത് വരുന്നുണ്ട്. ഇബാദത്തില്ലെങ്കിൽ അയാൾക്ക് ഏതില്ല? ഹുബ്ബില്ല എന്നാണ്. ഇനി ഒരാൾക്ക് അള്ളാഹുവിനോട് ഇബാദത്ത് ഉണ്ടെങ്കിൽ എന്താണ്? അയാൾ ഇബാദത്ത് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഇബാദത്തിൽ ആബിദാണെങ്കിൽ ആ ഇബാദത്തിനൊരു മാധുര്യം അയാൾക്ക് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യുന്നു. ജമാഅത്തിൽ രാവിലെ എണീച്ച് പോകുന്നതില്, തറവാത്തി വിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നതിൽ, ഇൽമ പഠിക്കുന്നതിലേക്കുണ്ടാവും ഒരു മധുരം അയാൾക്കുണ്ടാവും. ആ മധുരം ഇല്ലെങ്കിലോ അയാൾക്ക് എന്തില്ല? ഇബാദത്തിൽ എന്തില്ല? ഒറിജിനാലിറ്റി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ചിലത് നമുക്കുണ്ടെങ്കിൽ എന്താണ്? ചിലത് നമുക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ആ ഇല്ലെങ്കിൽ ആ പറയണൊക്കെ എന്താണ്? പൊള്ളത്തരമാണ്. അപ്പൊ ഏത് സംഗതിയും നമുക്കുണ്ടെന്ന് തോന്നണമെങ്കിൽ അതിനുള്ള തെളിവും കൂടി നമ്മളടുത്ത് ഉണ്ടാവണം. അപ്പൊ നമ്മൾ അള്ളാഹിന്റെ നല്ല അടിമകളാണെങ്കിൽ, അടിമകളാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവ് നമ്മളിൽ തന്നെ ഉണ്ടാവും. ആ അടിമത്തത്തിന്റെ ഭാഗമായി നമ്മളുള്ള പ്രവർത്തനങ്ങൾ നന്നാവും, പെരുമാറ്റം നന്നാവും, ദിക്ർ ഉണ്ടാവും, അള്ളാഹുവിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ടാവും, അതിനൊരു അസ്വസ്ഥത ഉണ്ടാവില്ല, പൊറുതിയോട് ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്? നമ്മൾ അള്ളാഹുവിന്റെ അടിമയാണെന്നുള്ള എന്താണ്? തെളിവാണ്. അപ്പൊ ഏതിനും തെളിവുണ്ടാകണമെന്ന് അർത്ഥം. മലക്കാരോട് എന്താ ഇവിടെ പറഞ്ഞേ? നിങ്ങൾ അങ്ങനെ പറഞ്ഞിരിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? അതിന് തെളിവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ പേരുകളൊക്കെ ഒന്ന് പറയും. നിങ്ങളല്ലേ ഖിലാഫത്തിന് അർഹര് നിങ്ങൾക്ക് തോന്നിയിരിക്കണല്ലോ, നിങ്ങളൊന്നുകൊണ്ട് പറഞ്ഞേരി എന്ന് അല്ലാഹു തആല ആരോട് പറഞ്ഞു? മലക്കോട് പറഞ്ഞു. അപ്പൊ മലക്കിനെ നിർത്തുകയാണ്. അപ്പൊ മലക്കുകൾ പറഞ്ഞ വാക്കെന്താ? ഖാലു, അവര് പറഞ്ഞു, സുബ്ഹാനക, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്. ലാ ഇൽമ ലനാ, ഞങ്ങൾക്ക് ഏതില്ല? ഒരറിവും ഇല്ല. ഇല്ലാ മാ അല്ലംതനാ, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചതല്ലാതെ. ഇന്നക അൻതൽ അലീമുൽ ഹക്കീം, നീ ഏറ്റവും അറിയുന്നവനും ഏറ്റവും ഹിക്മത്തുള്ളവനാണ് പഠിച്ചവനെ. ഞങ്ങൾക്ക് ഇതിന്റെ ഒന്നും പേരറിയില്ല. അതൊക്കെ നിങ്ങള് മഹാന്മാരുടെ ഒരു ശൈലിയാണ്. എന്ത്? കുറ്റബോധം വന്നാൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയും. പ്രവാചകന്മാരുടെ ശൈലി മലക്കൾ ചെയ്ത നമ്മൾ ധരിച്ച് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട അവർ എന്ത് പറഞ്ഞു? സുബ്ഹാനക, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ് അല്ലേ. മഹാനാ മൂസാ നബി അലൈഹി സ്വലാം, മൂസാ നബി അലൈഹി സ്വലാമിൽ ഒരു സല്ലത്ത്, നമ്മൾ തെറ്റെന്ന് പറയാൻ പാടില്ല പ്രവാചകന്മാർക്കിടയിൽ. മഹാനവർ മകന്റെ കാര്യത്തിൽ അല്ലെ, മകന്റെ കാര്യത്തിലാണ് മൂസാ നബിക്ക് കുറ്റബോധം വന്നത്. മകനെ രക്ഷിക്കാൻ എന്റെ അഹലാണെന്ന് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? നിങ്ങളെ അഹലല്ല, ഫലാ തസ്അൽനി. സോറി, ആരാണ്? നൂഹ് നബി. അത് വേറെ വിഷയം. മഹാനാ മൂസാ നബി ഇസ്ലാമിന്റെ കാലത്തിൽ ഇതേപോലെ വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ ആ വിഷയത്തില് തൗബ ചെയ്തപ്പോ മൂസാ നബി ഇസ്ലാം എന്താ പറഞ്ഞേ? സുബ്ഹാനക തുബ്തു ഇലൈക. അവിടെ ആദ്യം എന്താ പറഞ്ഞേ? അള്ളാഹിന്റെ പരിശുദ്ധിയാണ്ട്, പടച്ചോനെ ഈ വലിയവനാണ്, എനിക്ക് ഇയാളൊക്കെ പരിശുദ്ധനുണ്ട് നീ, പിന്നെ നമ്മളെ കാര്യം പറയാം. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാം എന്തായിരുന്നു? സുബ്ഹാനക ഇന്നി ലാ ഇലാഹ ഇല്ലാ അൻത ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അപ്പോൾ അവിടെ ആദ്യം എന്ത് ചെയ്യും? സുബ്ഹാനക. അപ്പൊ അള്ളാഹുവിന്റെ പരിശുദ്ധിയിലേക്ക് വേഗം പോകും മഹാന്മാർ. അവിടെ ക്ലിയർ ചെയ്തിട്ടാണ് പഠിച്ചോണ്ട് ബാക്കി കാര്യം പറയും. അപ്പൊ ഞാൻ പറഞ്ഞത്, മലക്കുകൾ എന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് ഒരു അറിവില്ല പഠിച്ചോനെ എന്ന് അവര് അങ്ങനെയുണ്ട് അള്ളാഹ്ക്ക് സമ്മതിച്ചു കൊടുത്തു. ഞങ്ങള്
പിന്നെ അവരവരുടെ കഴിവുകേട് അവിടെ എന്ത് ചെയ്തു, പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. ഇന്നക അൻതൽ അലീമുൽ ഹക്കീം, നീ എല്ലാം അറിയുന്നവനാണ്, നീ എല്ലാം അറിയുന്നവൻ. എല്ലാം അറിയുന്നവൻ എന്ന് പറയാൻ എന്താ, നേരത്തെ അള്ളാഹു നീ പറഞ്ഞില്ലേ ഇനി അലമോ മലാത്തൽ, ആ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് പഠിച്ചവനെ എന്നാരും പറയാണ്, മലക്കുകൾ പറയുന്നത്. അപ്പോഴാണ് അള്ളാഹു താല പറഞ്ഞത് ഇനി അലമോ മാലാത്ത അലമോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആർക്ക് പിടുത്തം കിട്ടിയത്, മലക്കുകൾക്ക് പിടുത്തം. മലക്കുകൾ പറഞ്ഞെന്ത്, നിന്റെ പേര് പറയാൻ പറഞ്ഞപ്പോ പറയാൻ കഴിയില്ല എന്ന് വെച്ചപ്പോ മലക്കുകൾ പറഞ്ഞു ഇന്തൊക്കെ തന്നെ അലീം, എന്താണ് ആ പറഞ്ഞ തന്നെയാണ്, ശരിയാണ് എന്ന് മലക്കുകൾ പറഞ്ഞു. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട അടിമയെ കുറിച്ച് മനസ്സിലാക്കേണ്ട സംഗതി വെച്ചാൽ അള്ളാഹുവിന്റെ അടിമ, ഞാൻ നിർത്തുകയാണ്, അള്ളാഹുവിന്റെ അടിമയുടെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ന്യൂനതകളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ അവനാന്റെ ന്യൂനതയെ തിരിച്ചറിയാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, നന്നാകാൻ പറ്റൂല. എനിക്ക് ഈ ന്യൂനത ഉണ്ടെന്ന് മനസ്സിലാക്കിയാലേ തിരിച്ചറിയാൻ കഴിയുള്ളൂ. മലക്കൾക്ക് വേഗം പിടുത്തം കിട്ടി എന്ത്, അവരുടെ ന്യൂനത. എന്താണ് അവരുടെ ന്യൂനത, നമുക്കൊരു അറിവും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അറിവില്ലായ്മ ഇതിലുള്ള ഗുണമാണ്. ഒരു മനുഷ്യനെ അറിയില്ലെങ്കിൽ അറിവില്ലായ്മ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അറിവ്. നമ്മുടെ മലക്കുകൾ അറിവില്ലാത്തവരാണെങ്കിൽ അവർ അറിവില്ല എന്നുള്ളതെന്നാണ് അവിടെ എന്ത് ചെയ്ത് അവർ ആദ്യം അവിടെ പ്രകടിപ്പിച്ചത് അല്ലേ. അറിയില്ല എന്നാണ് പറഞ്ഞ്. നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ എന്താ പറയാ, അറിയില്ല എന്ന് പറയാം. എന്തൊരു മടിയാണ് ആയിരിക്കും നമുക്ക് അല്ലേ. നോക്കട്ടെ, ആലോചിക്കട്ടെ, പഠിക്കട്ടെ, ഇന്റെ അടുത്ത് തന്നെ എനിക്കുള്ള പരിഹാരം കിട്ടും അല്ലെ. അവൻ വേറെ എവിടേക്കും പോകാതെക്കാൾ എല്ലാ പണി ആരും നോക്കും, നമ്മൾ നോക്കും. എന്താ അറിയില്ല പ്രശ്നം. മഹാന്മാര് പറയുന്നുണ്ട് ലാ അദ്രി നിസ്ഫുൽ ഇൽമ് എന്നോ. എനിക്കറിയില്ല എന്ന് ഒരാൾക്ക് അന്തസ്സോടെ പറയാൻ കഴിയലാണ് ഇൽമിന്റെ പകുതി എന്ന്. അയാൾക്ക് വിവരമുണ്ട്, എനിക്കറിയില്ല. കാരണം എന്തുണ്ട്, അയാൾക്ക് അയാളുടെ ന്യൂനത പിടുത്തം കിട്ടിയിട്ടുണ്ട്. എനിക്കറിയില്ല എന്നുള്ളതാണ് എൽമിന്റെ പകുതി എന്ന് പറയുന്ന മഹാന്മാരുണ്ടെന്ന്. കാരണം എന്താ, അയാൾക്ക് അയാളുടെ കുറവ്, അയാൾക്ക് അയാളെ തിരിഞ്ഞിരിക്കും. അയാൾക്ക് അയാളെ തിരിഞ്ഞാ പിന്നെ ആരെ തിരിയും, പഠിച്ചവനെ തിരിയും. മഹാന അബു യൂസഫിൽ ഖാദി വലിയ മഹാനായ പണ്ഡിതനായിരുന്നു. ഒരു മസല ചോദിച്ചു, നോക്കൂ ഞാൻ നിർത്തേട്ടോ. മഹാനോട് എന്നിട്ട് ഒരു മസല ചോദിച്ചപ്പോ മഹാനോ പറഞ്ഞു ലാ അദ്രി എന്നാണ്, എനിക്കറിയില്ല എന്നാണ്. അപ്പൊ മഹാനോട് ചോദിച്ചു, ബൈത്തുൽ മാലിൽ നിന്ന് നാട്ടുകാരെ പണം തന്നിട്ട് നിങ്ങളെ തീറ്റിപ്പോറ്റി ഭക്ഷണം തന്നിട്ട് ഒരു മസല എന്ന് ചോദിച്ചപ്പോ അറിയില്ല എന്നാ പറയണത് ചോദിച്ചു. നിങ്ങൾ വലിയ കാതേർപ്പാപ്പായിട്ട് ഇവിടെ ഇരിക്കുക, ഒരു കാര്യം ചോദിച്ചാൽ എന്ത് ചെയ്യുക, അറിയില്ല എന്ന് പറഞ്ഞ് നടക്കുക എന്നോട് ചോദിച്ചു. ചോദ്യകർത്താവ് മസല ചോദിച്ച ആള് പറഞ്ഞു. അപ്പൊ മഹാനോട് പറഞ്ഞ മറുപടി ഉണ്ട്, എന്താ അറിയോ, എനിക്ക് നാട്ടുകാര് ഭക്ഷണം തരുന്നത് എന്റെ ഇൽമിനനുസരിച്ച. നാട്ടുകാർ എനിക്ക് എന്റെ വിവരക്കേടിനനുസരിച്ച് തരണമെങ്കിൽ ബൈത്തുൽ മാല ലോകത്തെ മുഴുവൻ സമ്പത്ത് തന്നാലും എനിക്ക് എന്താവൂല, ശമ്പളം തരില്ലാന്ന് പറഞ്ഞു മനസ്സിലായോ. നാട്ടുകാർ എനിക്ക് ഭക്ഷണം തരുന്നത് എന്റെ വിവരത്തിനനുസരിച്ചാണ്. എന്റെ വിവരക്കേടിനനുസരിച്ച് നിങ്ങൾ ശമ്പളം വെക്കുകയാണെങ്കിൽ എന്തൊരു പോരാ ആലോചിച്ചു. എന്റെ വിവരക്കേടിനനുസരിച്ച് നിങ്ങൾ ശമ്പളം തരാണെങ്കിൽ ഈ ദുന്യാവിൽ നിങ്ങൾക്ക് ശമ്പളം തരാൻ കഴിയില്ല. ഞാൻ അത്ര ജാഹിലാണെന്ന് പറയണത്. ഒരുപോലെ ഒരു മഹാനോട് ഒരിക്കൽ ചോദിച്ചു, അദ്ദേഹം മഹാനോട് മിമ്പറും എന്ന പ്രഭാഷണം നടത്തിയിരുന്നു. അപ്പൊ ഒരു ചോദ്യം ചോദിച്ചു. ഒരു ശിഷ്യൻ വന്നിട്ട്, ഒരു സാധാരണക്കാരൻ മിമ്പറും ഇരുന്നിട്ട് പറഞ്ഞു, ചോദിച്ചപ്പോ പറഞ്ഞു എനിക്കറിയില്ല എന്നാണ്. അപ്പൊ ഇയാൾ ചോദ്യകർത്താവ് ചോദിച്ചു, അപ്പൊ മിമ്പർമ ഇരിക്കുന്ന ഒരു ജാഹിലാണല്ലേ ചോദിച്ചു. നിങ്ങള് ഇല്ലേ ജാഹിലിങ്ങേക്ക് ഇരിക്കാനുള്ളതല്ല മിമ്പർ എന്ന് അങ്ങനെ പറഞ്ഞു. ജാഹിലിങ്ങേക്ക് ഇരിക്കാനുള്ളതല്ല ഇത് മിമ്പർ എന്ന് പറഞ്ഞു. അപ്പൊ മാനങ്ങൾ പറഞ്ഞു, എന്റെ വിവരത്തിനനുസരിച്ചാണ് ഈ മിമ്പർ, എന്റെ വിവരക്കേടിനനുസരിച്ചാണെങ്കിൽ എനിക്ക് മിമ്പർ ആകാശത്ത്, എന്റെ മിമ്പറെ എവിടെത്തുന്നറിയോ, ആകാശത്തെത്തുന്ന് പറഞ്ഞു. അവിടെ പോയിരിക്കും ഞാനെന്ന് പറഞ്ഞു. വിവരമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇരിക്കണെന്നാ പറഞ്ഞു. വിവരം ഉണ്ടെങ്കിൽ എന്റെ കസാല വലിയ കസാല ആയിരിക്കും. വിവരക്കേടുണ്ടെങ്കിൽ വിവരക്കേടിനനുസരിച്ച് നിങ്ങൾക്ക് ചെയർ ഇട്ടുതരണമെങ്കിൽ
എൻ്റെ ചെയർമാൻ ഇരുത്തണമെങ്കിൽ ആകാശത്ത് കൊണ്ടിരുത്തണം എന്ന് പറഞ്ഞു. അപ്പൊ അവനവന്റെ വിവരക്കേട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വിജയം. മലക്കുകളുടെ ഈ സംഭാഷണം, ഇതൊക്കെയാണ് മലക്കുകൾ കൂടെ നമുക്ക് കിട്ടുന്നത്. മലക്കുകളെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയ ഗുണപാഠം മലക്കുകൾ വേഗം വിവരക്കേട് സമ്മതിച്ചു കൊടുത്തു. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഒരു അറിവില്ല. അതാണ് അതിലെ ഗുണപാഠം. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നെ വിശദീകരിക്കും. തൽക്കാലം നിർത്തുന്നു. അല്ലാഹു തആല പറഞ്ഞു കേട്ട് എല്ലാം നാഫിയായി മാറ്റട്ടെ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ.